നാളെ വരാം. എന്നാലും ചാനൽ എങ്ങനെ പോയടാ? ചാനൽ എങ്ങനെ പോയി? എനിക്ക് അതാ മനസ്സിലാവത്തെ. ഓൻ തന്നെ ഇതാക്കിയായിരിക്കും. ഇനിയിപ്പോ കുറച്ച് ദിവസം കഴിയുമ്പോ ഇതാവുമായിരിക്കും. മിക്കവാറും തന്നെ ആയിരിക്കും. ഓൻ്റെ അങ്ങനെ പോവാൻ ചെയ്യില്ല. ഓൻ്റെ ഇത് ബാഡ്ജറ്റിലുള്ളതല്ലേ, 1 മില്യൻ്റെ മുകളിലുള്ളതല്ലേ, അതങ്ങനെ പോവാൻ ചെയ്യില്ല. റിപ്പോർട്ട് അടിച്ച് ആര് റിപ്പോർട്ട്, മാസ് റിപ്പോർട്ട് വന്നാൽ പോലും അങ്ങനെ ചാനൽ പോവോ? അങ്ങനെ പോവോ? എടാ റിപ്പോർട്ട് അടിച്ചാൽ പോലും മാസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. കുറെ ആൾക്കാർ റിപ്പോർട്ട് അടിച്ച് കഴിഞ്ഞാൽ ഇതാവും, ശരിയാണ്. പക്ഷെ ഓൻ്റെ 1 മില്യൺ ഓൻ്റെ ഇതാടാ, മറ്റേ വെരിഫിക്കേഷൻ ബാഡ്ജ് ഉള്ള, അതങ്ങനെ പെട്ടെന്ന് പോകൂല. അങ്ങനെ പെട്ടെന്ന് പോകണ്ടല്ല. ഓൻ തന്നെ ഡീആക്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതാക്കി വെക്കുക എന്തൊക്കെ ആയിരിക്കും. അതന്നെ ആയിരിക്കും. നോക്കട്ടെ. അത് റെഡി ആവൂടാ, അത് റെഡി ആവണ്ടൊന്നുമില്ല. എൻ്റെ കാര്യം പോയോളി. ഇല്ല. ബ്രോ അർജന്റീനയുടെ കളി ഉണ്ടാ? എന്നാ പിന്നെ എല്ലാരും പോയി കളി കണ്ടോ? ഇപ്പൊ പോകും ബ്രോ. ഡാഷ് എക്സ് ഒക്കെ നോക്കൂ. കുറെ ചാനൽസ് 4 മില്യൺ പ്ലസ് ചാനൽസ് വരെ പോയി. പോളിസി ഒക്കെ ചേഞ്ച് ആയി ആണോ? അപ്പൊ പിന്നെ ചിലപ്പോ എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് അറിയില്ല എന്താന്നുള്ള. ചിലപ്പോ പോയിട്ടുണ്ടാവും. ഐ ഡോണ്ട് നോ. നാളെ നല്ല ആർബി സെറ്റേക്ക. ഈ ആരും ആരും വന്നില്ലടാ. എല്ലാരും എന്താ അറിയില്ല. ക്യാപ്പ് മെക്കാനിക്കൽ വാൾഡോ. മെക്കാനിക്കൽ വാൾഡോ എന്താ? അപ്പൊ ബൈ ഗൈസ്. ഞാൻ എൻഡ് ചെയ്യാം. നാളെ വരാം. നാളെ നേരത്തെ വരാം. ചാനലും പോയി. എല്ലാം ലൈവ് എനിക്കറിയാം. എല്ലാം ലൈവാന്നറിയാം. ഒന്നുമില്ല, എല്ലാം ലൈവാന്ന് എനിക്കറിയാം. പക്ഷെ ഇന്നലത്തെ നല്ല ലൈവ് ആയിരുന്നുണ്ടോ? അത് പോയടാ. നാളെ പോർച്ചുഗൽ കളിയുണ്ട്. നാളെയാണോ? അപ്പൊ ബൈ ഗൈസ്, നമുക്ക് നാളെ കാണാം. ബൈ ബൈ. നമ്മൾ എത്ര മണിക്കൂർ ചെയ്ത്? 1 മണിക്കൂർ അല്ലേ? ഇന്നലെ 2-2.5 മണിക്കൂർ ചെയ്തില്ലേ? നാളെ നല്ല രീതിയിൽ വാ ഇൻഷാ അല്ലാ. നോ എൻഡ് എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം ഞാൻ ചെയ്യണ്ടേ? എന്താ ഇപ്പം ഞാൻ ചെയ്യണ്ടത്? ഞാൻ ഇരിക്കേ? ഞാൻ നാളെ വരാം. ബൈ ബൈ. ക്യാപ്പ് വെച്ചാൽ കഷണ്ടി ആവും, അറിയാം. അപ്പൊ ബൈ ഗൈസ്, നാളെ കാണാം. ലവ് യു. ബൈ ബൈ, ലവ് യു.